ഹായ് നമസ്തേ. ഒരിക്കൽ കൂടി മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ 74ാമത് ജന്മദിനം കൂടിയാണ്. ഈ അവസരത്തിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ കഴിഞ്ഞ 10 വർഷങ്ങൾ അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങൾ നമ്മൾ എന്നെന്നും ഓർക്കുന്നവയായി മാറിയിരിക്കുകയാണ്. അത് എല്ലാവർക്കും വളരെ സത്യസന്ധമായി വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രഭാഷണം കഴിഞ്ഞ ദിവസം ഒറീസയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പരിഭാഷ ഞാനിവിടെ ശ്രമിക്കുകയാണ്. ദയവായി കേൾക്കുക. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങാം. ഇന്ന് കേന്ദ്രത്തിലെ NDA സർക്കാരിൻ്റെ 100 വർഷം തികയുകയാണ്. ഈ സമയത്ത് പാവപ്പെട്ടവർ, കൃഷിക്കാർ, യുവാക്കൾ സ്ത്രീ ശാക്തീകരണത്തിനുമായി വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 100 ദിവസങ്ങൾ കൊണ്ട് പാവപ്പെട്ടവരായ 3 കോടി ആളുകൾക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ 100 ദിവസങ്ങൾ കൊണ്ട് യുവാക്കൾക്കായി PM പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് ഇതിൻ്റെ വലിയ ഗുണം തന്നെ ലഭിക്കും. അതായത് പ്രൈവറ്റ് കമ്പനികളിൽ യുവാക്കൾക്ക് ആദ്യമായി ലഭിക്കുന്ന ജോലിയുടെ ആദ്യത്തെ ഗഡുവായ ശമ്പളം സർക്കാർ വഹിക്കുന്നതാണ്, സർക്കാർ കൊടുക്കുന്നതാണ്. ഒഡീഷയിലും മുഴുവൻ ദേശത്തെയും 77,000 മെഡിക്കൽ സീറ്റുകൾ ചേർക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 25,000 ഗ്രാമങ്ങൾ ഇങ്ങനെ ചേർക്കുന്നതിൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ പ്രയോജനം ഒഡീഷയിലെ ഗ്രാമങ്ങൾക്കും എൻ്റെ ഒഡീഷയിലെ ഗ്രാമങ്ങൾക്കും കൂടി ഉണ്ടാവും. ബജറ്റിലെ ജനജാതീയ മന്ത്രാലയത്തിൻ്റെ ബജറ്റിൽ രണ്ടിരട്ടി തുകയുടെ വർധനയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്താകമാനം 60,000 ആദിവാസി ഗ്രാമങ്ങളുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതിക്കായുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 100 ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ ജോലിയിൽ ചെയ്യുന്നവർക്കായുള്ള പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവീസിലിരിക്കുന്നവർക്കും കടയുടമകൾക്കും ഇടത്തരക്കാർക്കുമായി ഇൻകം ടാക്സിൽ കുറവ് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ 100 ദിവസങ്ങൾക്കുള്ളിൽ ഒഡീഷയിലും മുഴുവൻ രാജ്യത്തും 11 ലക്ഷം പുതിയ ലക്ഷാധിപതികളായ വനിതകളെ ഉണ്ടാക്കിക്കഴിഞ്ഞു. കൈത്തറി തൊഴിലാളികൾ, എണ്ണക്കുരു ഉൽപ്പാദകർക്കും ഒക്കെയായി വലിയ തീരുമാനങ്ങൾ സർക്കാർ എടുത്തിട്ടുണ്ട്. വിദേശത്തു നിന്നും ഉള്ള എണ്ണകൾക്ക് ഡ്യൂട്ടി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് കർഷകർക്ക് എണ്ണയ്ക്ക് നല്ല വിലയും നിശ്ചയിക്കുകയും വാങ്ങുന്നതിനുള്ള വിലയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ബസുമതി അരിക്ക് ഇളവുകൾ ചെയ്ത് ഉൽപ്പാദകർക്ക് നല്ല പ്രയോജനം ലഭിക്കുകയും ചെയ്യും. MSP അതായത് താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടും ഇതുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് 2 ലക്ഷം
കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും, പ്രയോജനം ഉണ്ടാവും. ഇങ്ങനെ കഴിഞ്ഞ 100 ദിവസങ്ങളിലായി പല നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്.